ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച മസ്കറ്റിൽ അടിയന്തരമായി ഇറക്കിയ ദുബൈ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും നാട്ടിലേക്ക് പോയി. ശനി ഞായർ ദിവസങ്ങളിലായി കേരള സെക്ടറുകളിലേക്കുള്ള വ്യത്യസ്ത വിമാനങ്ങളിലായാണ് യാത്രക്കാർ നാട്ടിലെത്തിയത്. ആദ്യ 10 അംഗ സംഘം രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ തിരിക്കുകയായിരുന്നു. പിന്നീട് സീറ്റ് ഒഴിവുള്ള വ്യത്യസ്ത വിമാനത്തിൽ പലരെയും കയറ്റിവിട്ടു. ഇന്നലെ രാവിലെയാണ് അവസാന സംഘം നാട്ടിലേക്ക് തിരിച്ചത്. തിരുവനന്തപുരത്തും മറ്റും ഇറങ്ങിയവർക്ക് ഗതാഗത സൗകര്യവും അധികൃതർ ഒരുക്കിയിരുന്നു. ദുബൈയിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയത്. രാത്രിയോടെ 169 യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് യാത്രക്കാരടങ്ങുന്ന സംഘമാണ് പ്രതിസന്ധിയിലായത്. ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമത്തിന് റോയൽ ഒമാൻ പോലീസ് തടഞ്ഞു. ഖുറിയാത്തിൽ കടൽ വഴി മയക്കുമരുന്ന് കടത്തിയ പ്രവാസിയെ കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടികൂടി. 90 കിലോഗ്രാമിലധികം മയക്കുമരുന്നുമായി പാകിസ്ഥാൻ സ്വദേശിയാണ് പിടിയിലായത്. ക്രിസ്റ്റൽ മെത്ത്, മാരിജുവാന, ഹാഷിഷ്, ആയിരക്കണക്കിന് സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവയാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. രാജ്യത്ത് പുറം തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാഹ്ന വിശ്രമം നിലവിൽ വന്നു. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. തൊഴിലാളികൾക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബലിപെരുന്നാളിനെ വരവേൽക്കാൻ ഒമാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ വിപണിയിൽ കൂടുതൽ ഉണർവ് അനുഭവപ്പെട്ടു. കമ്പനികൾ പലതും ഇതിനോടകം ജീവനക്കാർക്ക് ശമ്പളവും ലഭ്യമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിപണിയിൽ തിരക്ക് ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. മുഖ്യ കർമ്മമായ മൃഗബലിക്കും രാജ്യമാകെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുന്നു. പെരുന്നാൾ വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്ക് വിപണിയിൽ പ്രകടമാണ്. വൈകുന്നേരങ്ങളിലാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. സൂക്കുകളിൽ സ്വദേശികൾ കുടുംബസമേതം എത്തുന്നു. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ഫാൻസി ഉൽപ്പന്നങ്ങളും അത്തറും വാങ്ങുന്നതിനാണ് തിരക്ക് കൂടുതൽ. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശി സമൂഹവും പെരുന്നാൾ പർച്ചേസിംഗിനായി അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും നല്ല തിരക്ക് കൂടി വരുന്നു. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ഇനി മുതൽ ആംഗ്യ ഭാഷയിലും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരെ പരിഗണിക്കുന്നതിന്റെയും അവർക്ക് കൂടി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. എക്സിലെ വീഡിയോകൾ ആംഗ്യഭാഷയിൽ വ്യാഖ്യാനിക്കുന്നതാണ് പുതിയ സേവനം. ഒമാനിൽ ആദ്യമായാണ് ആംഗ്യഭാഷയിൽ സന്ദേശങ്ങളും മറ്റും ലഭ്യമാക്കുന്നത്. സുപ്രധാന ഉപഭോക്തൃ അവബോധ സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, ക്യാമ്പയിൻ വിവരങ്ങൾ എന്നിവ ബധിരരും കേൾവിക്കുറവുള്ളവരുമായ ആളുകളിലെത്തി എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കുന്നതാണ് നടപടി. തെരഞ്ഞെടുത്ത വീഡിയോ പോസ്റ്റുകളിൽ ആംഗ്യഭാഷ വ്യാഖ്യാതവും ഉണ്ടായിരിക്കും. ഇത് ഉള്ളടക്കം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആംഗ്യഭാഷ ഒരു സുപ്രധാന ആശയവിനിമയ ഉപാധിയാണ്. ഈ ശ്രമത്തിലൂടെ പൊതുജനങ്ങളിലേക്കുള്ള സന്ദേശങ്ങളുടെ അകലം കുറയ്ക്കാനും ഓരോ ഉപഭോക്താവിനെയും ശാക്തീകരിക്കാനും ലക്ഷ്യമിടുന്നു എന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വ്യക്തമാക്കി. വരും മാസങ്ങളിൽ കൂടുതൽ വിഷയങ്ങളും സംവേദനാത്മക ഉള്ളടക്കവും ഉൾക്കൊള്ളുന്ന തരത്തിൽ സേവനം വിപുലീകരിക്കും. ഡിജിറ്റൽ വിവര ലഭ്യത മെച്ചപ്പെടുത്താനും വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമുള്ള ഒമാന്റെ ദേശീയ നയത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം കൂട്ടിച്ചേർത്തു. ആഗോള കാലാവസ്ഥാ നിരീക്ഷണ പ്ലാറ്റ്ഫോമായ എൽഡറാഡോ വെതറിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ 10 സ്ഥലങ്ങളിൽ ഒമാനും ഇടം നേടി. തീരദേശ പട്ടണമായ ബിദിയയിൽ 46.3 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്.
ആഗോളതലത്തിൽ 6-ാം സ്ഥാനത്ത്. മുദൈബിയിൽ 45.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി 9-ാം സ്ഥാനത്തെത്തി. അറേബ്യൻ ഉപദ്വീപിലും ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങളിലും നിലവിൽ അനുഭവപ്പെടുന്ന തീവ്രമായ ഉഷ്ണതരംഗത്തെ ഈ കുതിച്ചുയരുന്ന താപനില പ്രതിഫലിപ്പിക്കുന്നു. ആഗോള പട്ടികയിൽ ഒന്നാമതെത്തിയ ഇറാനിലെ ബന്ദർ ഇ ദയ്യർ, അവിടെ താപനില 47.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. പാകിസ്ഥാൻ നഗരങ്ങളായ ജേക്കബാബാദും സിബിയും 47 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനില രേഖപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ 15 സ്ഥലങ്ങളിൽ 11 മിഡിൽ ഈസ്റ്റും ദക്ഷിണേഷ്യയുമാണ്. കത്തുന്ന ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന ഉച്ചവിശ്രമ നിയമം ഇന്നലെ മുതൽ ചില രാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഒമാനിൽ 12:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് പുറം ജോലികൾ ചെയ്യുന്നതിനാണ് വിലക്ക്. നിയമലംഘനം നടത്തുന്നവർക്ക് 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ഉണ്ടാകും. അറബി ഭാഷ ഉപയോഗത്തിനുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടുത്തിടെ നടന്ന ചർച്ചകളെക്കുറിച്ച് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ വിശദീകരണം. രാജ്യത്തെ ഭരണ സംവിധാനത്തിന്റെ എല്ലാ യൂണിറ്റുകളും പൊതു സ്വകാര്യ നിയമ സ്ഥാപനങ്ങളും സിവിൽ സ്ഥാപനങ്ങളും അസോസിയേഷനുകളും അറബി ഭാഷയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ പാലിക്കണമെന്ന് മന്ത്രിസഭ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി കേന്ദ്രം സ്ഥിരീകരിച്ചു. അറബി ഭാഷയുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന രേഖയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ കൗൺസിൽ അടുത്തിടെ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും മറ്റ് പൊതു സ്വകാര്യ നിയമ സ്ഥാപനങ്ങളെയും സിവിൽ സ്ഥാപനങ്ങളെയും അസോസിയേഷനുകളെയും മേൽപ്പറഞ്ഞ നിയന്ത്രണങ്ങൾ പാലിക്കാൻ നിർദ്ദേശിച്ചതായും ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ സ്ഥിരീകരിക്കുന്നതായും വിശദീകരണത്തിൽ പറയുന്നു. ഒമാന്റെ ദേശീയ സ്വത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി അറബി ഭാഷയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഇത് ശക്തിപ്പെടുത്തുന്നു എന്നും വ്യക്തമാക്കി. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കുള്ള ഔദ്യോഗിക ഈദ് അവധി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 2025 ജൂൺ 5 മുതൽ ജൂൺ 9 വരെയാണ് അവധി. നിലവിലുള്ള തൊഴിൽ ചട്ടങ്ങൾക്കനുസൃതമായി ജീവനക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് അർഹതയുണ്ടെങ്കിൽ ഇതിനു വിധേയമായി നഷ്ടപരിഹാരം നൽകിയാൽ ആവശ്യമെങ്കിൽ മുകളിൽ പറഞ്ഞ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നത് അനുവദനീയമാണെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.